എങ്കിൽ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഇത്രയും പിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പടത്തിന്റെ മ്യൂസിക്കാണ്. പ്രശാന്ത് പിള്ളയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സോ പ്രശാന്തിന്റെ വർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അധികം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പടങ്ങളിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ് തൊട്ട് നായകൻ മൂവി തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് ടോണാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ മലയാളത്തിൽ കേട്ട് വരുന്നൊരു ട്രാക്ക് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു 2009 2010 നായകൻ വരുന്നത്. ആ ഒരു പടം നമ്മൾ ടി വിയിൽ അതിന്റെ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ ഇതെന്താണ് ഇങ്ങനത്തെ ഒരു മ്യൂസിക്, ഡിഫറെന്റ് ആയിട്ടുള്ള മ്യൂസിക്, ഡിഫറെന്റ് ആയിട്ടുള്ള ടോണെല്ലാം അദ്ദേഹം യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യും മ്യൂസിക്കിനോട്. എനിക്ക് തോന്നുന്നു പ്രശാന്ത് പിള്ളയിൽ നിന്നാണ് പിന്നീട് ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ഇങ്ങനെ വന്നത്. പിന്നീട് ജേക്സ് ബിജോയ് അങ്ങനെയുള്ള കുറെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്നെല്ലാം പറയുന്നത് ശരിക്കും പ്രശാന്ത് പിള്ളയാണ്. അദ്ദേഹത്തിന്റെ ഒരു കിടിലം വർക്ക് എന്ന് വെച്ചാൽ ഒരു ഗോഡ് മോഡിലാണ് ഈ പടത്തിന്റെ പല ട്രാക്കുകളും ചെയ്തു വെച്ചിട്ടുള്ളത്. അസാധ്യമായിട്ടുള്ള വർക്കായിരുന്നു അദ്ദേഹത്തിന്റെ. ഒരു കിടിലം പടം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പടത്തിൽ സിജു കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് പ്രകടനം ഉണ്ടല്ലോ, അത് അന്യായമായിരുന്നു. അതായത് ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളിയാണ്. പക്ഷെ അവസാന മൊമെന്റിൽ ആ ഒരു 15 മിനിറ്റ്